വീണ്ടും ഒരിക്കൽ കൂടി SNDPയും NSSും അടുക്കുന്നു. ഇരു നേതാക്കന്മാരും ഒരേ ദിവസം ഒരുപോലെ വാർത്താ സമ്മേളനം വിളിച്ച് ഒരാളിനെ മാത്രം കൃത്യമായി വിമർശിക്കുന്നു. ഇതിൻ്റെ പിന്നിലെ രാഷ്ട്രീയം എന്താണ്? കേരള രാഷ്ട്രീയം ഉറ്റുനോക്കുന്നതും അതുതന്നെയാണ്. നേരത്തെ ആൻ്റണി മുഖ്യമന്ത്രിയായിരുന്ന സമയത്ത് കൊല്ലത്ത് വലിയ തരത്തിൽ SNDPയും NSSും ചേർന്ന് ഒരു ലയന സമ്മേളനം പോലെ ഒരു സമ്മേളനം വരെ സംഘടിപ്പിച്ചിരുന്നു. പിന്നീട് ആ ബന്ധം ഏറെ നാൾ നീണ്ടുപോയതുമില്ല. അതിന് തൊട്ടു പിന്നാലെയാണ് ഇപ്പോൾ ഇരുവരും വീണ്ടും അടുക്കുവാൻ ശ്രമിക്കുന്നത്. മുമ്പ് പറഞ്ഞിരുന്നത് നായാടി മുതൽ നായർ വരെ ആയിരുന്നുവെങ്കിൽ ഇപ്പോൾ ഒരു പടി കൂടി കടന്ന് നായാടി മുതൽ നസ്രാണി വരെ എന്ന് പറഞ്ഞു വയ്ക്കുന്നു. ഇതെന്ത് രാഷ്ട്രീയമാണ് എന്നുള്ളതാണ് എല്ലാവരും ഉറ്റുനോക്കുന്നത്. പക്ഷേ ഇരുവരുടെയും വിമർശന ശരങ്ങൾ ഏറ്റുവാങ്ങിയത് പ്രതിപക്ഷ നേതാവാണ്. അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങളെ കൃത്യമായി വിമർശിക്കുകയായിരുന്നു ഇരു കൂട്ടരും. SNDPയുടെ നേതാവ് വെള്ളാപ്പള്ളി നടേശനും NSS ജനറൽ സെക്രട്ടറിയും. ഇരുവർക്കും പറയാനുള്ളത് ഒരു കാര്യം, അത് പ്രതിപക്ഷ നേതാവിന് എതിരെ മാത്രം. അതേസമയം ഈ രണ്ട് വിമർശനങ്ങളെയും വളരെ സ്നേഹത്തോടെ ഏറ്റുവാങ്ങുന്ന ഒരു കാഴ്ചയും നമ്മൾ കണ്ടു. അത് കൃത്യമായി പ്രതിപക്ഷ നേതാവ് തന്നെയായിരുന്നു. ആരെയും വിമർശിക്കുന്നില്ല എന്ന് അദ്ദേഹം പറഞ്ഞു, ആരെയും വിമർശിച്ചിട്ടില്ല എന്നും പറഞ്ഞു. ഇരു നേതാക്കന്മാരെയും ഒക്കെ താൻ കണ്ടിട്ടുണ്ട്, ഇരുവരുമായും സംസാരിച്ചിട്ടുമുണ്ട്. പക്ഷേ സമുദായ സംഘടനകൾ അടുക്കുന്നതിനോടോ ഒന്നാകുന്നതിനോടോ ഒരുമിച്ച് ചേർന്ന് പ്രവർത്തിക്കുന്നതിനോടോ തനിക്ക് യാതൊരു വിധത്തിലുള്ള എതിർപ്പോ വിദ്വേഷമോ ഇല്ല എന്ന് പ്രതിപക്ഷ നേതാവ് പറയുന്നു. അതേസമയം വർഗീയതയെ എതിർക്കുക എന്നുള്ളത്, വർഗീയവാദത്തെ എതിർക്കുക എന്നുള്ളത്, വർഗീയത ആര് പറഞ്ഞാലും എതിർക്കുക എന്നുള്ളത് തൻ്റെ ഒരു തീരുമാനമാണ്. തൻ്റെ മാത്രമല്ല, കോൺഗ്രസിൻ്റെ കൂടി തീരുമാനമാണ് വർഗീയതയ്ക്കെതിരെയുള്ള പോരാട്ടം. അത് തുടരുക തന്നെ ചെയ്യും എന്നും പ്രതിപക്ഷ നേതാവ് പറയുന്നു. പക്ഷേ ഇരു നേതാക്കന്മാരും എന്തിനാണ് ഇങ്ങനെ പ്രതിപക്ഷ നേതാവിനെ മാത്രം ഇങ്ങനെ വിമർശിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്നത് എന്നുള്ള ഒരു ചോദ്യത്തിന് ഉത്തരം കൃത്യമായി കിട്ടുന്നില്ല. പക്ഷേ അതിൻ്റെ പിന്നിലെ രാഷ്ട്രീയം എന്താണ് എന്നുള്ളത് കണ്ടെത്താനാണ് എല്ലാവരും ശ്രമിക്കുന്നത്. ഇനി ഇരുവരും ഒരുമിക്കുന്നത് ആർക്ക് നേട്ടമാകും, അതും ഒരു ചോദ്യമായി നിലനിൽക്കുന്നു. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പറഞ്ഞിരുന്നത് SNDPയും NSSും അടുക്കുന്നത് ഒരു പക്ഷേ LDFന് ഗുണം ചെയ്യും എന്നുള്ളതാണ്. പക്ഷേ ഇരു നേതാക്കന്മാരും അടുത്താൽ തന്നെയും ഇതുമായി ബന്ധപ്പെട്ട് വോട്ട് രേഖപ്പെടുത്തേണ്ടത് ഇരു സമുദായങ്ങളിലെയും അണികളാണ്, ആളുകളാണ് എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. അവരെടുക്കുന്ന തീരുമാനമായിരിക്കും ഏത് മുന്നണിക്ക് വോട്ട് ചെയ്യണം അല്ലെങ്കിൽ ഏത് മുന്നണിയെ വിജയിപ്പിക്കണം എന്നുള്ളത്. പക്ഷേ അതൊക്കെ പിന്നീട് വോട്ടിൻ്റെ രാഷ്ട്രീയം, ആ രാഷ്ട്രീയത്തിലേക്ക് നമുക്ക് കടക്കണ്ട. പക്ഷേ ഇനി തിരഞ്ഞെടുപ്പിന് കേവലം 10-90 ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ SNDPയും NSSും ഇങ്ങനെ അടുക്കാൻ ശ്രമിച്ചതിൻ്റെ പിന്നിലെ രാഷ്ട്രീയമാണ് ഒരു ചോദ്യചിഹ്നമായി ഇപ്പോഴും നിലനിൽക്കുന്നത്. ശബരിമല ആഗോള അയ്യപ്പ സംഘവുമായി ബന്ധപ്പെട്ട് NSS LDFുമായി അടുത്തു. BJPയും കോൺഗ്രസും ചെയ്യാത്തത് ഇടതു സർക്കാർ ചെയ്തു എന്നായിരുന്നു NSS അന്ന് പറഞ്ഞിരുന്നത്. കൃത്യമായി അയ്യപ്പ ഭക്തർക്ക് ചെയ്യാനുള്ള കാര്യങ്ങൾ ചെയ്തു, അവരെ സഹായിക്കാനുള്ള തരത്തിൽ സഹായിച്ചു എന്ന് NSS പറഞ്ഞു. എന്നാൽ ഒരു പടി കൂടി മുന്നോട്ട് പോയി SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ പമ്പയിൽ നടന്ന അയ്യപ്പ ഭക്ത സംഗമത്തിൽ പങ്കാളിയായി മുഖ്യമന്ത്രിക്കൊപ്പം യാത്ര ചെയ്യുകയും ചെയ്ത് വിവാദമാവുകയും ചെയ്തു. എന്തായാലും അത്തരം കാര്യങ്ങളിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഈ ഒരുമിക്കൽ രാഷ്ട്രീയം എത്ര നാൾ നീണ്ടു നിൽക്കും, അല്ലെങ്കിൽ ഇതാക്ക് പ്രയോജനം ചെയ്യും എന്നുള്ളതാണ് രാഷ്ട്രീയ നിരീക്ഷകർ ഉൾപ്പെടെയുള്ളവർ ഒരുപോലെ നോക്കിക്കാണുന്നത്. ഇതിൽ UDFും LDFും ഒരുപോലെ വലിയ പ്രതീക്ഷ മുന്നോട്ട് വയ്ക്കുകയും ചെയ്യുന്നുണ്ട്. പക്ഷേ നിലവിലെ സാഹചര്യത്തിൽ എല്ലാവരും ഒരുപോലെ എതിർക്കുന്നത്, BJP ഉൾപ്പെടെയുള്ള രാഷ്ട്രീയ പാർട്ടികൾ എതിർത്ത് പറഞ്ഞു വരുന്നത്, ജമാഅത്തെ ഇസ്ലാമിയെ പോലുള്ള രാഷ്ട്രീയ പാർട്ടികളെ കൂട്ടുപിടിച്ചുകൊണ്ടുള്ള UDFിൻ്റെ യാത്രയെയാണ് എതിർക്കുന്നത്. അത് ശരിയല്ല എന്ന നിലപാടാണ് BJP അധ്യക്ഷൻ പോലും പറഞ്ഞു വയ്ക്കുന്നത്. കേരള രാഷ്ട്രീയം മറ്റൊരു രാഷ്ട്രീയ ചർച്ചാവേദിയായി മാറുകയാണോ എന്നുള്ളതാണ് നമുക്ക് ഇപ്പോൾ ചിന്തിക്കേണ്ട ഒരു വിഷയം. ഇവിടെ സാമുദായിക സംഘടനകൾ അടുക്കുന്നത് ഇതാദ്യമായാലും ഇതിനു മുമ്പും അടുത്തിട്ടുണ്ട്. പക്ഷേ ഇവരുടെ യോജിപ്പ് എത്ര നാൾ തുടരും, ഇവരുടെ യോജിപ്പ് എന്തിനു വേണ്ടിയാണ് എന്ന കാര്യങ്ങളിലൊക്കെ ഇപ്പോഴും ഉത്തരം കിട്ടുന്നില്ല എന്നുള്ളത് ഒരു സജീവ ചർച്ചാ വിഷയമായി മാറും എന്നുള്ളത് മറ്റൊരു കാര്യം. എന്തായാലും
വരും ദിവസങ്ങളിൽ ഇതുമായി ബന്ധപ്പെട്ട വലിയ ചർച്ചകൾ തന്നെ കേരളത്തിൽ ഉണ്ടാകും. അതേസമയം ഇരു നേതാക്കന്മാരും വാർത്താ സമ്മേളനം നടത്തുന്നതിന് വേണ്ടി തിരഞ്ഞെടുത്തത് ഒരേ ദിവസം. ആദ്യം SNDP ജനറൽ സെക്രട്ടറി നടത്തുന്നു. അതിനുശേഷം ഏറെ നാളായി മാധ്യമങ്ങളിൽ നിന്നും ഒഴിഞ്ഞു മാറി നിന്ന, മാധ്യമങ്ങളോട് വാർത്താ സമ്മേളനം നടത്താതെ പിന്നോക്കം പോയിരുന്ന NSSൻ്റെ ജനറൽ സെക്രട്ടറിയും സുകുമാരൻ നായർ നടത്തിയ വാർത്താ സമ്മേളനവും ആ ദിവസം തന്നെ തൊട്ടു പിന്നാലെ, വെള്ളാപ്പള്ളിക്ക് തൊട്ടു പിന്നാലെ തന്നെ വാർത്താ സമ്മേളനം നടന്നു. അപ്പോൾ ഈ വാർത്താ സമ്മേളനങ്ങൾ നടത്തുന്നതിന് പിന്നിലും അല്ലെങ്കിൽ ഇങ്ങനെ ഒരുമിച്ച് പ്രവർത്തിക്കാൻ തീരുമാനിച്ചതിൻ്റെ പിന്നിലും മറ്റേതെങ്കിലും പ്രേരക ശക്തികളുണ്ടോ? ഇതൊക്കെയാണ് എല്ലാവരും ചിന്തിക്കുന്നത്. ഇതാർക്ക് അനുകൂലമാകും? ഇതൊക്കെ വലിയ തരത്തിൽ ചിന്തകളായി മാറപ്പെടാനുള്ള സാധ്യത തള്ളിക്കളയാനാവില്ല. എന്തായാലും കേരള രാഷ്ട്രീയത്തിൽ ഒരു കാര്യം ഉറപ്പാണ്, ചിന്തിച്ച് വോട്ട് ചെയ്യുന്ന കുറേ ആളുകളുണ്ട്. അവർ അങ്ങനെ തന്നെ തീരുമാനങ്ങൾ എടുക്കും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം.